പുതുവർഷത്തിലെ പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം അന്താരാഷ്ട്ര വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ലക്ഷദ്വീപിലെ ടൂറിസം വികസനത്തെ പിന്തുണയ്ക്കുക മാത്രമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നകലുന്ന മാലദ്വീപിന് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ശ്രമം കൂടിയായി ആ സന്ദർശനത്തെ ഇപ്പോൾ വിലയിരുത്തേണ്ടി വരും. ലക്ഷദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങൾ അപ്രതീക്ഷിതമായിരുന്നിരിക്കാം. എന്നാൽ മാലദ്വീപ് പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന അയൽക്കാരനായിരുന്നു മാലദ്വീപ്. എന്നാൽ മുഹമ്മദ് മുയ്സു പ്രസിഡന്റായതു മുതൽ ഇതിന് മാറ്റം വന്നു തുടങ്ങി. മുയ്സുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഉപയോഗിച്ച പ്രധാന മുദ്രാവാക്യമാണ് ഇന്ത്യ ഔട്ട് എന്നത്. ഇന്ത്യ ഔട്ട് എന്നതുകൊണ്ട് മുയ്സു പരസ്യമായി പറഞ്ഞത് ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്ന് പുറത്താക്കുക, ഇന്ത്യൻ ഇടപെടലുകൾ കുറയ്ക്കുക. മുയ്സു ആയിരുന്നില്ല മാലദ്വീപിൽ ഇന്ത്യ വിരോധത്തിന് തുടക്കം വിട്ടത്. 2013 മുതൽ 2018 വരെ പ്രസിഡന്റായിരുന്ന അബ്ദുള്ള യമീന്റെ കാലത്താണ് മാലദ്വീപ് ആദ്യമായി ചൈനയോടടുക്കാൻ തുടങ്ങിയത്. ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ് പ്രദേശത്തിന്റെ 99.6% കടലാണ്. ശേഷിക്കുന്ന ഭാഗത്തുള്ളത് 1192 ചെറുദ്വീപുകൾ. അവിടെ 5 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ് താമസിക്കുന്നത്. ലോകത്ത് ആഗോളതാപനത്തിന്റെ ആദ്യ ഇരയാകുമെന്ന് കുറിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മാലദ്വീപ്. 2050 എത്തുമ്പോഴേക്കും ദ്വീപിന്റെ കരഭൂമിയുടെ 80% കടലെടുക്കുമെന്നാണ് പ്രവചനം. വലിയൊരു പ്രകൃതി ദുരന്തത്തിന് ഇരയാകുമെന്ന ഭീഷണി നിലനിൽക്കുന്ന മാലദ്വീപിന്റെ ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യം ഇന്ത്യയാണ്. കേവലം 70 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ദൂരം. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ 1 മണിക്കൂറിനുള്ളിൽ രക്ഷാകരം നീട്ടിയെത്താനാവുന്ന ദൂരം. ഇത് നിരവധി തവണ മാലദ്വീപ് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ഭൂമിശാസ്ത്രപരമായുള്ള അടുപ്പം മാത്രമല്ല ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ആ ബന്ധത്തിന്. അവശ്യ വസ്തുക്കളടക്കം ദ്വീപിന്റെ നിലനിൽപ്പിൽ ഇന്ത്യ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇന്ത്യയെപ്പോലെ മാലദ്വീപും ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. 1966 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം മാലദ്വീപിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. സാമ്പത്തിക സഹായം, നിരവധി കരാറുകൾ, പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസം മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ നൽകുന്ന രാജ്യം, റിസോർട്ടുകൾക്കുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ധനസഹായം നൽകിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിന് നിരവധി തലങ്ങളുണ്ട്. ഇന്നും ദ്വീപ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് SBI ആണ്. 1988 മാലദ്വീപിൽ ഭരണ അട്ടിമറി ശ്രമം പരാജയപ്പെടുത്താൻ രാജ്യത്തെ തിരികെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ഇടപെട്ടു. 2004 ഡിസംബർ 26 സുനാമി ദുരന്തത്തെ ഇന്ത്യ നേരിടുമ്പോഴും മാലദ്വീപിനെ സഹായിക്കാൻ മറന്നില്ല. 2014 കുടിവെള്ള വിതരണം ബാധിക്കപ്പെട്ടപ്പോഴും ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയായിരുന്നു. കോവിഡ് കാലത്ത് മാലദ്വീപിൽ നിന്നുള്ളവരെ ചൈനയിൽ നിന്നടക്കം നാട്ടിലെത്തിക്കാനും വാക്സിൻ നൽകാനുമെല്ലാം മുൻനിരയിൽ നിന്നത് ഇന്ത്യയായിരുന്നു. അങ്ങനെ ബന്ധമുള്ള രാജ്യത്താണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നേതാവ് പ്രസിഡന്റ് ആകുന്നത്. യമീന്റെ പാർട്ടിയിലെ അംഗമായിരുന്ന മുയ്സു പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിച്ചതു മുതൽ ഇന്ത്യ ആശങ്കയിലായിരുന്നു. ദശാബ്ദങ്ങൾ നീണ്ട ബന്ധത്തിന് വിള്ളൽ വീഴുമോ എന്ന ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല. ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. മാലദ്വീപിൽ അധികാരത്തിലെത്തുന്നവർ ആദ്യം ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തുന്ന പതിവ് ഉപേക്ഷിച്ച് മുയ്സു ആദ്യം പോയത് ബീജിംഗിലേക്കാണ്. മുയ്സുവിന്റെ ഈ സന്ദർശനത്തിന് തൊട്ടു മുൻപുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ ലക്ഷദ്വീപ് സന്ദർശനവും സ്നോർക്കലിംഗും ദ്വീപിന്റെ ദൃശ്യഭംഗിയും വെളിവാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചതും വലിയ വാർത്തയായിരുന്നു. മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിലെ ടൂറിസം സൗകര്യങ്ങൾ വികസിക്കുന്നത് അവർക്ക് തിരിച്ചടിയാകും. സമാനമായ ഭൂപ്രകൃതിയുള്ള മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസവും മത്സ്യക്കയറ്റുമതിയുമാണ്. മാലദ്വീപിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിലേറെയും ഇന്ത്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ളവരാണ് 2ാം സ്ഥാനത്ത്. അതിനാൽ ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് വരുന്നത് കുറഞ്ഞാൽ അത് മാലദ്വീപിന്റെ വരുമാനത്തെ ബാധിക്കും. ഇതാകണം മാലദ്വീപ് മന്ത്രിമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചത്. ഒപ്പം പുതിയ സർക്കാരിന്റെയും പ്രസിഡന്റിന്റെയും വർദ്ധിക്കുന്ന ചൈനീസ് പ്രേമവും ഒരു കാരണമായേക്കാം. മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശങ്ങൾ മാലദ്വീപിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. നിരവധി ഇന്ത്യക്കാരാണ് ഇപ്പോൾ മാലദ്വീപിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയത്. മോദിയെ അധിക്ഷേപിച്ചതിന് മാപ്പ് പറഞ്ഞ് കുറ്റക്കാരായ മന്ത്രിമാരെ മുയ്സുവിന് പുറത്താക്കേണ്ടി വന്നു.
തൊട്ടു പിന്നാലെ ബീജിംഗിലെത്തി ചൈനയോട് സാമ്പത്തിക സഹായവും തേടി. ശരിക്കും മാലദ്വീപിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ഒപ്പം നയതന്ത്ര ബന്ധവും. ഇന്ത്യയെ തള്ളാനാകാത്ത മുയിസുവിന് ചൈനയോടുള്ള അടുപ്പം നിലനിർത്തുകയും വേണം. മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് പൂർണ്ണമായി തള്ളിക്കളയാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് മത്സരിച്ച മുയിസുവിന് ലഭിച്ചത് 54% വോട്ടുകളാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കെതിരായ ശക്തമായ വികാരം ആ ദ്വീപ് രാഷ്ട്രത്തിൽ ഉണ്ടെന്ന് തന്നെയാണ്. ഇന്ത്യ തങ്ങളുടെ കാര്യത്തിൽ അനിയന്ത്രിതമായി കൈകടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിന് താവളം നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിയറ വയ്ക്കുകയാണെന്ന വാദങ്ങളാണ് ശക്തമാകുന്നത്. എന്തിനാണ് ഇന്ത്യ സൈന്യത്തെ മാലദ്വീപിൽ നിയോഗിച്ചത്? 2009 തീവ്രവാദ ശക്തികൾ ദ്വീപിൽ പിടിമുറുക്കുന്നുവെന്ന ഭീതിയിൽ മാലദ്വീപ് ഭരണകൂടമാണ് സഹായത്തിനായി ഇന്ത്യയെ സമീപിച്ചത്. സമുദ്ര നിരീക്ഷണം, തെരച്ചിൽ, രക്ഷാപ്രവർത്തനം, വൈദ്യസഹായം എന്നീ കാര്യങ്ങളിൽ മാലദ്വീപിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ കരാർ ഒപ്പിട്ടു. 2 ഹെലികോപ്റ്ററുകളും നൽകി. ഈ 2 ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായാണ് 77 ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ തങ്ങുന്നത്. അല്ലാതെ മാലദ്വീപിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനല്ല. ഇതിനൊക്കെയുള്ള മറുപടി നൽകലായിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതോ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ലക്ഷദ്വീപ് വീണ്ടും പിടിക്കുകയാണോ ലക്ഷ്യം? 2004 വരെ കോൺഗ്രസ് കൈപ്പിടിയിലിരുന്ന മണ്ഡലം പിന്നീട് കൈവിട്ടു. ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ദ്വീപിന്റെ 1967 മുതലുള്ള പ്രതിനിധി PM സയ്യിദ് ആയിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ PM സയ്യിദ് ജനതാദൾ യുണൈറ്റഡിന്റെ P പൂക്കുഞ്ഞിക്കോയോട് പരാജയപ്പെട്ടു. 2009 സെയ്ദിന്റെ നിര്യാണത്തെ തുടർന്ന് മത്സരിച്ച ഹംദുള്ള സെയ്ദ് മികച്ച വിജയമാണ് നേടിയത്. എന്നാൽ 2014 ഹംദുള്ളയ്ക്ക് സീറ്റ് നിലനിർത്താനായില്ല. NCPയുടെ PP മുഹമ്മദ് ഫൈസലിനോട് തോറ്റു. 2019 മുഹമ്മദ് ഫൈസലാണ് വിജയം നേടിയത്. കേരളത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്ത, കേരളത്തിന് പുറത്ത് മലയാളം സംസാരിക്കുന്ന ഏക ഭൂപ്രദേശമായ ലക്ഷദ്വീപിന്റെ ഈ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാനും BJP ആഗ്രഹിക്കുന്നുണ്ടാകാം. കേരളത്തോട് അടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. പക്ഷേ മാലദ്വീപ് ഭാഷയായ ദിവേഹിയോട് സാമ്യമുള്ള മഹൽ ഭാഷയ്ക്കാണ് പ്രചാരം. ഒപ്പം മലയാളത്തോട് സാമ്യമുള്ള ജസരി ഭാഷയും പ്രാദേശികമായി ഉപയോഗിക്കപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ലക്ഷദ്വീപ് BJP തീർച്ചയായിട്ടും കണ്ണുവയ്ക്കുന്നുണ്ട്. लक्षद्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है. जो लोग दुनिया के अलग अलग देशों के द्वीपों को देखने जाना चाहते हैं, वहां के समंदर से अभिभूत है. उनसे मेरा आग्रह है कि वो पहले लक्षद्वीप आकर जरूर देखें.